ഇതാണ് ഞങ്ങളുടെ ഗ്രാമം. പേര് മുതുപ്പറമ്പ്. പഴമക്കാർ കയനിക്കര എന്ന് വിളിച്ചിരുന്ന ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ അറ്റത്ത് മലപ്പുറം ജില്ലയുമായി അതിരിട്ടു കിടക്കുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രകൃതി മനോഹരമായ ചെറുവാടിയുടെയും പന്നിക്കോടിന്റെയും ഇടയിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ സ്ഥാനം. കിഴക്ക് പച്ചപ്പരവതാനി വിരിച്ച പഴംപറമ്പ് കുന്നുകൾ, പടിഞ്ഞാറ് കാർഷിക ഭൂമിയായ പൊറ്റമ്മൽ നെൽവയലുകൾ, വടക്ക് പന്നിക്കോടും തെക്ക് റബ്ബർ കാടുകളും നിറഞ്ഞ മനോഹരമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൃക്കളയൂർ അമ്പലത്തിലെ ശരണമന്ത്രഗീതവും മുള്ളമടക്കലെ പള്ളിയിലെ ബാങ്കിൻ നാദവും കേട്ടുണരുന്ന ഈ ഗ്രാമം സ്നേഹത്തിനും സാഹോദര്യത്തിനും പേരുകേട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബോംബ് സ്ഫോടനത്തിന് മൂകസാക്ഷിയായ അമ്പലമാണ് തൊട്ടടുത്തുള്ള തൃക്കളയൂർ അമ്പലം. 1884 നടന്ന ഈ സമരം അന്നത്തെ മലബാർ കളക്ടറും പ്രശസ്ത ചരിത്രകാരനുമായ സാർ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഗ്രാമത്തോട് ചേർന്ന് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന പഴംപറമ്പ് എന്ന പ്രകൃതി മനോഹരമായ പ്രദേശം സഞ്ചാരികളുടെ പറുദീസയാണ്. മുതപ്പറമ്പ് എന്ന ഞങ്ങളുടെ ഗ്രാമത്തിലെ മറ്റു 2 പേരുകൾ കൂടിയുണ്ട്. കാരാളിപ്പറമ്പ്, നായ്പൊറ്റ എന്നീ പേരുകൾ കൂടി ചേർന്നതാണ് മുതുപ്പറമ്പ്. ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട അമ്പലം കണ്ടത്താർ കാവാണ്. APEK മുജാഹിദ് വിഭാഗങ്ങൾക്ക് വലിയ മദ്രസകളും പള്ളികളുമുണ്ട്. റഹ്മാനിയ ജുമാ മസ്ജിദ്, ഹിദായ നഗർ ജുമാ മസ്ജിദ് എന്നിവ പ്രധാന പള്ളികളാണ്. മതരാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ സുത്യർഹമായ സേവനമാണ് ഈ ഗ്രാമം കാഴ്ചവെക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്ത രീതിയിൽ സാമൂഹിക പ്രവർത്തനം നടത്തുന്നുണ്ട്. CS കൾച്ചറൽ സെന്റർ, വർണ്ണം സ്പോർട്സ് ക്ലബ്, പ്രിയദർശിനി യൂത്ത് മൂവ്മെന്റ് എന്നിവ നാട്ടിലെ പ്രധാന ക്ലബ്ബുകളാണ്. വർഷങ്ങളായി ഗ്രാമത്തിൽ കച്ചവടം ചെയ്യുന്ന മുഹമ്മദ് ക നായ്പൊറ്റയുടെ പ്രധാന ആകർഷണമാണ്. വാഴയാണ് ഗ്രാമത്തിലെ പ്രധാന കാർഷിക വിഭവം. തെങ്ങും റബ്ബറും മലയോര മേഖലകളിൽ കൃഷി ചെയ്യുന്നു. ആതാടിക്കുന്ന് കോളനി, മൂലയിൽ ഇരിപ്പയിൽ കോളനി, കൂടത്തും പറമ്പ്, ആര്യൻ പറമ്പ്, കടിച്ചു തൊടുക എന്നിവ പ്രധാന വീട്ടുപേരുകളാണ്. വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു സാമൂഹിക മേഖലകൾ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ട്.